ഇവിടുത്തെ ഈ പരിപാടി എന്തൊക്കെയാണെന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അങ്ങ് വരാം. കൂട്ടിമുട്ടാൻ നമുക്ക്. ഞങ്ങൾ വയ്ക്കട്ടെ. പിന്നെ ഗുണം കാണിക്കരുത്. പിന്നെ പോകാം. നമുക്കൊന്ന് കയറി നോക്കാം. ഒന്ന് മാറിക്കേ. അറിയാൻ പാടില്ല. ഒന്ന് മാറിക്കേ. കാശ് പിടി. ടോക്കൺ കൊടു. എത്രയാ? ആകെ പറയാം. താൻ ടോക്കൺ കൊടു. 2 രൂപയാ. ആ ബോർഡൊന്ന് നോക്കാശാന്. 2 രൂപ കൊണ്ട് കളിക്കാൻ വന്നു. 10 പറയാം. 10 രൂപ. 10. എനിക്കും 10. പിടിച്ചോ. സൂക്ഷിച്ച്. വൈറ്റ്. ബ്ലൂ. യെല്ലോ. എത്ര കാശാണ് ഇപ്പൊ കളിച്ചു കളഞ്ഞത്. എന്നെ ആശിക്കണം. ഞാൻ കളിക്കട്ടെ. യെല്ലോ. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സൂചി എറിഞ്ഞ് കളഞ്ഞു. എന്റെ കാശ് കളിച്ചു പോയി. ഞാൻ പറഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞതാ കളിക്കണ്ട. എന്തിനാടാ കളിക്കാൻ പോയത്? ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞോടാ. നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. മന്ത്രികൻ പ്രശസ്തി കരസ്ഥമാക്കിയ അറിയ മന്ത്രികൻ ആലപ്പി രാജ്യം സംഘം നയിക്കുന്ന രാജ മജിക് ലാൻഡ് ചരിത്രങ്ങളുടെ കൽപ്പാടുകൾ പതിഞ്ഞ കറുപ്പ്. ഇനിയും കറുപ്പ്. ഒരു കറുപ്പും കൂടെ. ഒരു ചോപ്പ്. ഇനി എനിക്കൊരു മഞ്ഞ. എനിക്കൊരു വെള്ള. എനിക്കൊരു ചോപ്പ്. സാറേ ഒരു വെള്ള. അതെ വെള്ള. വെള്ള മാത്രം. ഡബിൾ വൈറ്റ്. ലക്കി. ഏതെല്ലാം കൂടെ എടുത്ത് റെഡിൽ വെക്കി. റെഡ് 1. റെഡ് ഡബിൾ. റെഡ് ട്രിപ്പിൾ. ടോക്കൺ കൊടുക്കണ്ട. സംഗതി പ്രശ്നമാവും. നീ ഇതെല്ലാം കൂടെ പോയി. ഹലോ,
എനിക്ക് 3 ചാൻസ് ഇല്ല, 2 കഴിഞ്ഞുള്ളൂ. 6 പ്രാവശ്യം എറിഞ്ഞില്ലേ, ഇനി പറ്റില്ല ശനെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിക്ഷ? 3 ചാൻസ് എന്ന് പറഞ്ഞാൽ 9 പ്രാവശ്യം എറിഞ്ഞ, ഞാൻ 6 പ്രാവശ്യം എറിഞ്ഞുള്ളൂ. കളിക്കാതെ സൂചിച്ചാടോ. ഇനി പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുത്തനും ഇവിടെ കളിക്കാൻ പോണില്ല. സൂചിച്ചാടോ. കൈയെടുക്കാൻ ഉള്ള കാശ് മാറ്റി പോടാ. ഇനി ടോക്കൺ കൊടുക്കണം കേട്ടോ. മര്യാദയിലായിട്ട് എന്താണ്? മാറിക്ക, അങ്ങോട്ട് മാറിക്ക, വെക്കോ. ഒറ്റ നടക്കാണത്. ഓരോരുത്തന്മാർ കളിക്കാൻ വന്നിരിക്കുന്നു. ധൈര്യം കൊണ്ട് എന്നെ പിടിച്ച് പുറത്താക്കടാ. എടാ നിന്ന് ഞാൻ പോയി ടോക്കന്മാർ കാശ് വാങ്ങിച്ചോണ്ടാ. ചെല്. മിസ്റ്റർ, ഒന്ന് നിക്കണേ, ഒന്നിങ്ങ് വന്നേ. എന്റെ സുമതിയേ, ഇത്രയും വലിയ കെങ്കേമനിടി ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല മോനെ, ഓരോ ഇടിക്കും ഓരോ കിണ്ടലാണ് വെയിറ്റ്. എന്റെ അമ്മോ, എന്റെ ഞങ്ങൾക്ക് കിടങ്ങിപ്പോയി. നമ്മുടെ ഭരതനാശാനെ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല. നല്ല സ്റ്റണ്ട് കാണാം. ടോക്കൺ ഇല്ല, പിന്നെ ആയിരിക്കുന്നത് വാഴപ്പണ്ടിയാണ്. ടോക്കൺ തരാൻ പറ്റില്ല. അതിന്റെ കാരണമല്ലേ ചോദിച്ചത്. പറയാൻ സൗകര്യമില്ലെങ്കിലോ? സൗകര്യപ്പെടണമല്ലോ, ഇല്ലെങ്കിൽ കളി നിർത്തി ഷട്ടർ ഇട്. മിസ്റ്റർ, നിങ്ങൾക്ക് ടോക്കൺ തരരുതെന്നാണ് നിർദ്ദേശം. കാരണം അറിയണമെങ്കിലേ ബായോട് പോയി ചോദ്യം.
ഭായ് ഏത് ഭായ്? ഞങ്ങള് കാശാണോ തരണം? ഉള്ള കളിക്കാതെ ടോക്കൻ താടോ. മര്യാദക്ക് ടോക്കൺ കൊടുക്കണോ? എന്താ ടോക്കൻ അർജുനെ കാറിന് കോപ്പൊക്കെ പൊളിക്കണം. ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം? എന്താ ആശാനെ ഇത്? നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടിയാലോ? ഞാനില്ലേ ഇവിടെ? എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ നേർന്നു കേട്. കൈയെടുക്ക്. ആ ഇരിക്കെ. എന്താ കാര്യം? കാര്യം എന്താന്ന് പറ. അങ്ങോട്ട് ഇരിക്കുന്നേ. ആ കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ? ഒന്നും വേണ്ട. എന്തെങ്കിലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇയാൾ കാര്യം പറ. പറയാം. എന്താ പേര്? ഭരതൻ. എന്റെ പേര് ചന്ദ്രപ്പൻ. സ്നേഹമുള്ളവർ ബായി എന്ന് വിളിക്കും. 23 വർഷമായി ഞാൻ ഈ കാർണിവലിനെ ചുമക്കാൻ തുടങ്ങി. ആ വാ വാ വാ. ഇതാണ് എന്റെ മകള് റാണി. ഇതല്ലി എന്റെ ഭാര്യ. രണ്ടാം ഘട്ടാണ്. അതെന്തോ ആവട്ടെ. നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അത് പറ. എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ദയവായി സൂചിയേറിൽ പങ്കെടുക്കരുത്. കാരണം മിസ്റ്റർ ഭരതൻ, 50,000 രൂപയാണ് പൂരം കമ്മിറ്റിക്കാർക്ക് ഞാൻ തറവാടകയായി കൊടുത്തത്. പോലീസിനും പഞ്ചായത്തിനും വേറെ. 10-200 ജോലിക്കാര്, അവരുടെ ശമ്പളം, മറ്റ് ചെലവുകൾ. ഒരു ദിവസം ചുരുങ്ങിയത് 15,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടായാലേ ഇത് നഷ്ടമില്ലാതെ കൊണ്ടു നടത്താനാവൂ. നഷ്ടത്തിൽ നടത്തിക്കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞോ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഭരതനെ പോലെ 3-4 പേര് വിചാരിച്ചാൽ എനിക്കിത് അടച്ചുപൂട്ടി സ്ഥലം വിടേണ്ടി വരും. മരണക്കിണർ, മാജിക് ഷോ, മിനിസു, ഇവയിൽ നിന്നും മറ്റും കിട്ടുന്ന വരുമാനം കൊണ്ട് എന്താവാനാ? സൂചിയേറാണ് കാർണിവലിന്റെ പ്രാണവായു. സൂചിയേറെന്ന് പറഞ്ഞാൽ അത് വെറും ഭാഗ്യം മാത്രമല്ല, അതൊരു പ്രാക്ടീസും കൂടിയാണ്. ഉന്നം തെറ്റാതെ എറിയാനറിയാവുന്ന ഒരാൾ വിചാരിച്ചാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. എല്ലാ സ്ഥലത്തും നിങ്ങളെപ്പോലുള്ളവരുടെ ഭീഷണി ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരുമായി ആദ്യമേ സന്ധിയിലെത്തുകയാണ് ഞങ്ങളുടെ പതിവ്. പറയൂ, നമുക്ക് എങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്താം? ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ലെങ്കിൽ എനിക്കിത് അടച്ചുപൂട്ടേണ്ടി വരും. ഒത്തുതീർപ്പിന് എന്താ വ്യവസ്ഥ? വ്യവസ്ഥ ഞാനിപ്പോ വരാം. വാ. എന്തായി ഭായി? എന്താ പറഞ്ഞേ? ഒത്തുതീർപ്പാക്കണമെന്ന്. എന്നിട്ട് അയാളെന്താ അങ്ങോട്ട് പോയത്? ആ താനെന്തായി കാണിക്കുന്നത്? ഒന്നുമില്ല. താൻ ടൗണിൽ ക്യാബറ നടത്തിരുന്ന ആളല്ലോ? ഞാൻ ലോബോ, ഫോർട്ടൂച്ചിലാ വീട്. അന്ന് ക്യാബറയായിരുന്നു പണി. ഇപ്പൊ ഇവരുടെ കൂടെ റിക്ക ഡാൻസാ. താൻ ഇതിനിടയ്ക്ക് എവിടെ പോയി? ഇത് വെച്ചോ, ഒരു പാരിതോഷികമായി കരുതിയാൽ മതി. എനിക്ക് വേണ്ട. എണ്ണി നോക്ക പോരെങ്കിൽ പറ. എന്തിനാ എനിക്ക് കാശ് തരുന്നത്? ഭരതൻ ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യരുത്. എന്റെ തൊഴിലിനൊരു ഭീഷണിയാവരുത്. അതുകൊണ്ടാ. ഞാനൊരു ബുദ്ധിമുട്ടുകാരനാണ്, എന്നാലും ഞാനിത് വാങ്ങില്ല. സൂചി എറിഞ്ഞ് പണക്കാരനാകാമെന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത്. ഞാൻ നിങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞില്ലേ? വാസ്തവത്തിൽ നിങ്ങളാണ് എന്റെ തൊഴിലിന് ഭീഷണിയായത്. ഞാനും? എന്ത് തൊഴിലാ ഭരതൻ ചെയ്യുന്നത്? ആനമയിലൊട്ടകം, മുച്ചിയിട്ട്, നാടകുത്ത്, പിന്നെ ഒരല്പം മാങ്ങ കച്ചവടം. 4-5 കുടുംബങ്ങൾ കഴിയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ കാർണിവൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ കഞ്ഞൂടി കൂട്ടി. ഭായി എന്നെ ഓർത്ത് ഉറങ്ങാതിരിക്കണ്ട. ഞാൻ കാരണം ഇത് പൂട്ടേണ്ടി വരില്ല, തീർച്ച. പിന്നെ വ്യവസ്ഥ എന്നൊക്കെ വെറുതെ ചോദിച്ചതാ. പോട്ടെ. നിക്കേ. നല്ലതായാലും ചീത്തയായാലും ഒരു തീരുമാനമെടുക്കാൻ ഞാൻ അധികം സമയമെടുക്കില്ല. ഈ പൈസ എടുത്തപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു താനിത് വാങ്ങിക്കില്ലെന്ന്. എങ്കിലും ഒന്ന് ക്ഷമിച്ചെന്ന് മാത്രം. തന്നെ എനിക്ക് ബോധിച്ചു. ഒരു ജോലി തന്നാൽ താനത് സ്വീകരിക്കുമോ? പെട്ടെന്ന് എങ്ങനെയാ ഇതിനൊരു മറുപടി പറയാ? ധൃതിയില്ല. നാളെയോ മറ്റന്നാളോ അറിയിച്ചാൽ മതി.